ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലക്ഷ്യ കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BCom ഓഡിറ്റിംഗ് ആണ്. അത് ഫൈനൽ ഇയറിലാണ് ഓഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാവരും ആദ്യം അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണണം. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റ്സ് ആണ്. അതിന് മുൻപ് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ എല്ലാവർക്കും ലക്ഷ്യ കൊമേഴ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ MCom ആൻഡ് BCom എല്ലാ ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വേഗം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായാലും നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്ത് ട്രൂ പൊസിഷൻ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ വ്യൂ ഫ്രം ടൈം ടു ടൈം ദ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് പ്രൈമറി ഒബ്ജക്റ്റ് ആൻഡ് സബ്സിഡറി ഒബ്ജക്റ്റ്. അപ്പോൾ തൽക്കാലം ക്ലാസിഫിക്കേഷൻ പ്രൈമറി ഒബ്ജക്റ്റും സബ്സിഡറി ഒബ്ജക്റ്റും മാത്രമാണ്. അപ്പോൾ നമുക്ക് പ്രൈമറി ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. പ്രൈമറി ഒബ്ജക്റ്റ് അഥവാ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്നും പറയുന്നു. പ്രൈമറി ഒബ്ജക്റ്റിൽ വരുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റിവീൽ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റ് പറയുന്നത്. ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ഈസ് ടു റിപ്പോർട്ട് ടു ദ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ് വെദർ ദ ബാലൻസ് ഷീറ്റ് എക്സിബിറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കൺസേൺ. മാത്രമല്ല, ഇറ്റ് ഈസ് ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് ദ other മെയിൻ ഒബ്ജക്റ്റ് ഈസ് ടു വെരിഫൈ ദ അക്കൗണ്ട്സ് ആൻഡ് ടു റിപ്പോർട്ട് വെദർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഹാവ് ബീൻ ഡ്രോവൺ പ്രോപ്പർലി അക്കോർഡിംഗ് ടു ദി കമ്പനീസ് ആക്ട്. നിലവിലുള്ള കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഡ്രോൺ ചെയ്തിട്ടുള്ളത് പ്രോപ്പർ കമ്പനീസ് ആക്ട് ഒക്കെ പാലിച്ചിട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി സബ്സിഡറി ഒബ്ജക്ട്സിൽ വരുന്നത് സബ്സിഡറി ഓർ ആൻസിലറി ഒബ്ജക്ട്സ് ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. ഇനി ഇത് വളരെ വൈഡായിട്ട് പോകുന്ന ഭാഗങ്ങളാണ്. എറേഴ്സും ഫ്രോഡും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സും ഫ്രോഡ്സും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് നോക്കാം. Errors are mistakes committed while recording the transaction, posting, carrying forward and balancing the accounts. Errors may occur in preparing invoice, receipts, vouchers, credit and debit notes, bills, etc. ഇനി ഞാൻ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ വായിക്കുന്നില്ല, അത് സ്ലൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലയാളം മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിസ്റ്റേക്സ് ആണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്തോ ബാലൻസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ നമുക്ക് സംഭവിക്കാവുന്ന മിസ്റ്റേക്സ് ആണ് എറേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ റിസീപ്റ്റ്സും വൗച്ചേഴ്സൊക്കെ എൻട്രി ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? മിസ്റ്റേക്സ് സംഭവിക്കാം. അപ്പോൾ എറേഴ്സിൽ ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട്. മാത്രമല്ല, ചില എറേഴ്സ് ആണെങ്കിൽ ട്രയൽ ബാലൻസും ലെഡ്ജറിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ചില എറേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ എറേഴ്സ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കെയർലെസ്സൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മനഃപൂർവ്വം തന്നെ ഇൻറ്റൻഷനോട് കൂടി തന്നെ മിസ്റ്റേക്സ് സംഭവിക്കാം. ഫ്രോഡ് അപ്പോഴാണ് ഫ്രോഡ് എറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് എറേഴ്സ് നോക്കാം. അതിൽ ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് ടെക്നിക്കൽ എറേഴ്സ് എന്നാണ് എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലറിക്കൽ എറേഴ്സിൽ എറേഴ്സ് ഓഫ് ഒമീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. ദെൻ ടെക്നിക്കൽ എററിൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ മാത്രമാണ് ഉള്ളത്. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് ടെക്സ്റ്റിൽ. സോ എറേഴ്സ് ഓഫ് ഒമീഷൻ. എറേഴ്സ് ഓഫ് ഒമീഷൻ പാർട്ട്ലിയും വരാം, ഫുള്ളിയും വരാം. എറേഴ്സ് ഓഫ് ഒമീഷൻ നമുക്ക് പേര് വെക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് എറേഴ്സ് ഓഫ് ഒമീഷൻ എന്ന് പറയാനായിട്ട് പറ്റുക. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു പാർഷ്യലും ഉണ്ട്, ഫുള്ളി ഒമീഷനും ഉണ്ടെന്ന് പറഞ്ഞു. ഫുള്ളി ഒമീഷൻ ആണെങ്കിൽ അത് അക്കൗണ്ട്സിലൊന്നും റിഫ്ലക്റ്റ് ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടേ ഇല്ല എന്നാണ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷേ പാർഷ്യൽ ഒമീഷൻ ആണെങ്കിൽ അത് ചിലപ്പോൾ നമ്മളുടെ
അക്കൗണ്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യും, ഒരു മിസ്മാച്ച് വരും. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാലറി പേ ചെയ്തു, 200 റുപ്പീസ് സാലറി പേ ചെയ്തു എന്ന് വിചാരിക്കും. അത് നമ്മൾ ഡെയിലി ലെഡ്ജറിൽ കാണിച്ചു, പക്ഷേ സാലറിയുടെ അക്കൗണ്ട്സിൽ എന്ത് ചെയ്തിട്ടില്ല, അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് അവിടെ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്കവിടെ എന്തായി, ഷോർട്ടേജ് വന്നു, 200 റുപ്പീസിൻ്റെ ഷോർട്ടേജ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. അപ്പോൾ പാർഷ്യൽ ഒമിഷൻ എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും, നമുക്കത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഓഡിറ്റേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുക, ദെൻ അത് റിപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പം ഫുള്ളി ഒമിഷൻ ആയിട്ടുള്ളതാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണ്ടി വരും. അപ്പോൾ ചില സമയങ്ങളിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഓഡിറ്റർക്ക് ചിലപ്പോൾ സാധിക്കണം എന്നില്ല. എന്നാലും ഓഡിറ്റർ എന്ത് ചെയ്യണം, പരമാവധി സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. ദെൻ അടുത്തത് എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ് പെയ്ഡ് 1000 ഡെബിറ്റഡ് ടു റെൻറ്റ് അക്കൗണ്ട് ആണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ 1000-ന് പകരം 100 റുപ്പീസ് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തായാലും ഒരു ഷോർട്ടേജ് വരും, 900 റുപ്പീസിൻ്റെ ഷോർട്ടേജ് വരും. അപ്പോൾ ഇതാണ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ. അപ്പോൾ ഇത് നോർമലി നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്സ്, എൻ്റർ ചെയ്യുമ്പോൾ ഒക്കെ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് ഇതിൽ വരുന്നത് കൂടുതലായിട്ടും. ദെൻ ദ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആർ പോസ്റ്റിംഗ് എനി എൻട്രി ട്വൈസ്. ഡ്യൂപ്ലിക്കേറ്റിംഗ് എറേഴ്സും എറേഴ്സ് ഓഫ് കമ്മീഷനിലാണ് വരുന്നത്. അടുത്തതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഓർ ഓഫ്സെറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എറർ എന്ത് ചെയ്യുന്നു, ആ എറർ കൊണ്ട് തന്നെ അവിടെ അക്കൗണ്ട്സ് ഓഫ്സെറ്റ് ചെയ്യാണ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, സെയിൽസ് ലെഡ്ജർ അണ്ടർ കാഷ് ബൈ 100 ചെയ്തു എന്ന് വിചാരിക്കും, പർച്ചേസ് ലെഡ്ജറും ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അണ്ടർ കാഷ് ബൈ 100 ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് എറേഴ്സും കൗണ്ടർ ബാലൻസ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അവിടെ ഓഫ്സെറ്റായി, നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല, ഒരു റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല അക്കൗണ്ട്സിൽ. പക്ഷേ ഈ എറേഴ്സ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. ദെൻ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് മോസ്റ്റ് ഡേഞ്ചറസ് എറേഴ്സ് ആണ്, കാരണം വളരെ ഡിഫിക്കൽട്ടാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ പ്രോപ്പർ ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇനി സെക്കൻഡ് ടൈപ്പാണ് ടെക്നിക്കൽ എറേഴ്സ്. അപ്പോൾ ടെക്നിക്കൽ എറേഴ്സിൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ മാത്രമാണ് വരുന്നത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലല്ലാതെ അതിൻ്റെ ബേസിലായിരിക്കണം എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ സാധാരണ എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന എൻട്രീസ് അല്ലെങ്കിൽ എറേഴ്സാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റോങ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ടാവും, അപ്പോൾ അത് അലോക്കേറ്റ് ചെയ്യുന്നതിലുള്ള തെറ്റ്. ദെൻ ഇഗ്നോറിംഗ് ദ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, പോസ്റ്റിംഗ് ട്രാൻസാക്ഷൻ ടു ദി റോങ് ക്ലാസ് ഓഫ് അക്കൗണ്ട്സ്. ഇതൊക്കെയാണ് സാധാരണ പ്രിൻസിപ്പിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന എറേഴ്സ്. അപ്പോൾ ഇത് ട്രയൽ ബാലൻസിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല, മിസ്മാച്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഓഡിറ്റർ വളരെ കണ്ണിങ് ആയിട്ട് സ്ക്രൂട്ടിനി ചെയ്താൽ മാത്രമാണ്, ഒരു തെറാവ് ചെക്കിങ് നടത്തിയാലാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന എറേഴ്സിൻ്റെ ടൈപ്പ്. അപ്പോൾ ഇതിൽ ഇൻറ്റൻഷനലി ചെയ്യുന്ന എറേഴ്സും ഉണ്ട്, അല്ലാത്തതും ഇപ്പോൾ നമുക്ക് ഒക്കേഷണലി അല്ലെങ്കിൽ ആക്സിഡൻ്റലി സംഭവിക്കുന്ന എറേഴ്സും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സബ്സിഡിയറി ഒബ്ജക്റ്റിൽ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റായിട്ടുള്ള ഫ്രോഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് വൈഡായിട്ട് പോയതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇനി ഫ്രോഡ് ആണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഫ്രോഡിലും വരുന്നുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.